ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൈവറ്റ് പൂൾ വില്ല പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ റൂംസ്, കാര്യങ്ങൾ, ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഫുൾ മരങ്ങളൊക്കെയാണ്. നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് എന്നൊക്കെ പറയും. നല്ല പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാല്, പിന്നെ അവിടെ ബെഞ്ചസ്, പിന്നെ അവിടെ ഷട്ടിൽ കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ഭംഗിയായിട്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന പല ബേർഡ്സിന്റെ സൗണ്ട് ഒക്കെ ആയിട്ട് നല്ല കാമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി പ്രോപ്പർട്ടിയാണിത്. അപ്പൊ നമുക്കിനി പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാനിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ സിറ്റ് ഔട്ട് ഏരിയയിലാണ്. സിറ്റ് ഔട്ട് ഏരിയയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്. ഫുള്ള് ട്രീസ് ഒക്കെ ആയതുകൊണ്ട് നല്ല എപ്പോഴും നല്ലൊരു തണുപ്പുണ്ട് അവിടെ. അപ്പൊ നമുക്കിനി റൂമിലേക്ക് കയറാം, ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ഹൈ റൂഫാണ്, നല്ല ഹൈറ്റിലാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ എയർ കണ്ടീഷൻ, AC-യുടെ ആവശ്യമില്ല. ഫുൾ ടൈം നല്ല കൂൾ, നല്ല തണുപ്പുള്ള ആംബിയൻസ് ആയിരിക്കും. പിന്നെ ഇതാ ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട്, ലിവിങ് സ്പേസ്. വലിയൊരു ഹോളാണ് കേട്ടോ, വലിയ ഹോളാണ്. അപ്പം നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. പിന്നെ അതവിടെ പഴയ ഒരു ചാരുകസേരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു LED TV, പിന്നെ ഇവിടെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടെങ്കിൽ ഗെറ്റ് ടുഗദർ ഒക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നമുക്കിനി ബെഡ്റൂംസിലേക്ക് പോവാം. ബെഡ്റൂംസ് ഒക്കെ ഇറങ്ങി പോകുന്ന ഒരു വഴിയൊക്കെ നല്ല, ഇവിടുത്തെ ഇന്റീരിയർ പറയാൻ വയ്യ കേട്ടോ, അടിപൊളിയായിട്ട് ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഒക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ബെഡൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാ റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ഉള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ ഈ റൂമിന് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അതായത് ബാൽക്കണി ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഏരിയ ഫുള്ള് നല്ല ഗ്രീനറി ആണ് കേട്ടോ, നല്ല ഗ്രീനാണ്. അതായത് ഫുൾ ട്രീസും ഒരു ഫ്രണ്ടിൽ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട്. അതുപോലെ ഇവിടെ നോക്കി നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഏരിയ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഫുൾ ലോൺസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യൂ ഉള്ളൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം. സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് വഴിക്ക് തന്നെ ഇവിടെ സെൻട്രലായിട്ട് ഇത് അവിടെ ക്യാരംസ് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻഡോർ ഗെയിംസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം വരുന്നത്. സെക്കൻഡ് റൂം നല്ല ഭംഗിയായിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് നല്ല സ്പേഷ്യസ് ആണ്. അതായത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഒരു സ്പേഷ്യസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയുടെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ, അതായത് കുറച്ചും കൂടെ ഗ്രീനറി കൂടിയൊരു ബാൽക്കണിയാണ്. സെയിം ബാൽക്കണി ആ ഒരു വ്യൂ തന്നെയാണ്, കുറച്ചും കൂടെ നല്ല ഗ്രീനറി ആയിട്ടുള്ള ബാൽക്കണി. ഫ്രണ്ടിലൊരു കുളമൊക്കെ ഉണ്ട്. അപ്പം നല്ല, എന്നിട്ട് എപ്പോഴും നല്ല കൂൾ ആംബിയൻസ് ഉണ്ട്. നല്ല കാറ്റൊക്കെ കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു ബാൽക്കണിയാണ്. എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പം ഇതിനകത്തും നല്ല ക്ലീൻ ആയിട്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു വാഷ്റൂമൊക്കെ ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ബാക്ക് സൈഡിലുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. അതായത് ഇവിടെയാണ് മെയിൻ വ്യൂ വരുന്നത്. ഫുള്ള് നാച്ചുറലായിട്ട്, ഫുള്ള് ഗ്രീനറി ആയിട്ട് അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഫുൾ പൂളിൻ്റെ ഫുൾ ഒരു ചെറിയൊരു കുളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രീനറി ഒക്കെ ആയിട്ട് ഇവിടെ കുറേ ചെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫാമിലി ആയിട്ട്, ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഗ്യാദർ ചെയ്തിരിക്കാനുള്ള നല്ലൊരു സ്പേസ് ഒക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ സംസാരിച്ചിരിക്കാനൊക്കെ ഒരു വലിയൊരു സിറ്റ് ഔട്ട് ഒക്കെ ഉണ്ട്. ഇത് നമ്മളിനി പോകുന്നത് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കുക്കിങ്ങിന് മെയിൻ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ കിച്ചൺ ഏരിയ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്, 2 ഡൈനിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത്. കിച്ചണിലെ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. അതായത് ഗ്യാസ്, നമുക്ക് ആവശ്യത്തിനുള്ള പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്ത് കഴിയും. അതുപോലെ ഇവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റീസും പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അറ്റ് എ ടൈം നിങ്ങളൊരു ട്രാവലറിലോ അതോ അത്യാവശ്യം വലിയൊരു വണ്ടിയിലൊക്കെ വരുവാണെങ്കിൽ നല്ല വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ, പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഏരിയയിലേക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കെന്ന് നമുക്ക് നോക്കാം അല്ലേ. പോരെ. പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. അതുപോലെ ഈ സൈഡിലൊക്കെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ബേർഡ്സിൻ്റെ പല ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ഇട്ട് നല്ല കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി ഏരിയ. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് ഒരേപോലെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഈ പ്രൈവറ്റ് പൂൾ വില്ല പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. സൈനിങ് ഓഫ് ജിതിൻ.